ആക്ച്വലി സിനിമ സെറ്റിലുള്ള ആളുകൾക്ക് ഈ വിഷയം അറിയാമായിരുന്നു. സ്വാഭാവികമായും സിനിമ പൂർത്തീകരിക്കാൻ പറഞ്ഞ വലിയ സ്ട്രഗിളാണ്. അപ്പോൾ അതിന് സ്ട്രഗിളിയൊക്കെ കണ്ടതുകൊണ്ട് സിനിമ സെറ്റിലുള്ള ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നത് എന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നത് അവർ പറയുന്നത് തെറ്റാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ സ്പെസിഫിക്കലി അവർ ഏത് ടെക്നീഷ്യൻസിനാണ് ഇതറിയാന്നുള്ളത് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അവർ സഹപ്രവർത്തകരായ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ചീഫ് ടെക്നീഷ്യൻസിന് ആർക്കും ഈ വിവരം അറിയണ്ടായിരുന്നില്ല. ഷൂട്ടിനിടയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. വളരെ സ്മൂത്ത് ആയിരുന്നു. അവർക്ക് അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ എല്ലാ പ്രിവിലേജോടും കൂടി നമ്മൾ സപ്പോർട്ട് കൊടുക്കും. പക്ഷെ നമ്മുടെ അറിവിൽ അതൊരു ലൗഡായ ഒരു ഇഷ്യൂ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. സംസാരിച്ചിരുന്നു. ഞാനാണ് ഈ വിൻസി മൂവിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ഇതിൻ്റെ കഥാകൃത്താണ്. അപ്പോൾ വിൻസി വിളിച്ചപ്പോൾ വിൻസി പറഞ്ഞു, എൻ്റെ ക്രിയേറ്റീവ് ടീം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ടീമാണ്, ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം ഞാൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടതിന് ശേഷമാണ് അവരെ വിളിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളതിൽ വിഷമിക്കേണ്ട കാര്യമില്ല, ഈ മൂവി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഈ മൂവിക്ക് ഒരു തരത്തിലുള്ള ഡിഫിക്കൽട്ടീസും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് വിൻസി ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ വിൻസിക്ക് കംഫർട്ടബിൾ ആയിട്ട് ആ സെറ്റിലുണ്ടായിരുന്ന ലേഡി ആർട്ടിസ്റ്റോ മറ്റു പലരോടും ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. ചീഫ് ടെക്നീഷ്യൻസിൻ്റെ അടുത്ത് ആരും ഒരു കംപ്ലൈൻറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല. എനിക്ക് ആർട്ടിസ്റ്റിനെ മനസ്സിലായിട്ടില്ല. പേര് വെച്ച് എനിക്ക് മനസ്സിലാവാത്തതായിരിക്കും. കുറേ പേരുണ്ടായിരുന്നു. പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ സെറ്റിൽ ആരും കരഞ്ഞിട്ട് പോയിട്ടില്ല. കരച്ചിലുണ്ടായിരുന്നു അവസാനത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞതിൻ്റെ. ഇതിനെ ഏറ്റുപിടിച്ച് മറ്റൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കോ ആക്ട്രസ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന ഒരാൾ അവരും കംപ്ലൈൻ്റ് ആയി വരികയാണെങ്കിൽ അതിന് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക അവരുടെ സൈഡിൽ തന്നെയായിരിക്കും. ഇതുവരെ നമ്മൾ ICയിൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഫോമലി കിട്ടിയിട്ടില്ല നമുക്ക്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ടോക്സ് ആണ് ഈ ലീക്കായി വരുന്നത്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. തീർച്ചയായിട്ടും അല്ല, അങ്ങനെ ഒരു കോർ ടെക്നീഷ്യൻ ലെവലിൽ ഈ ഇഷ്യൂ ഡിസ്കസ് ചെയ്യപ്പെടുകയോ അങ്ങനെ ഒരു കൺസോളേഷൻ അവിടെ നടക്കുകയോ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ അവർക്ക് പരിചയമുള്ള അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ലൊക്കേഷനിലെ മറ്റാളുകളോട് അവർ സൈലൻ്റായി ഡിസ്കസ് ചെയ്യുകയോ ആ വിഷയം ഇപ്പോൾ നമുക്ക് ലൗഡാക്കണ്ട എന്നുള്ള രീതിയിലേക്ക് അവർ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. വിൻസി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വിൻസി പറയുന്ന കാര്യമല്ല, ഇത്തരം ഇഷ്യൂസ് വരുന്ന ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സും സാറ്റലൈറ്റും ഒക്കെ വളരെ പ്രശ്നമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. കാരണം ഇപ്പോൾ OTT ഡിജിറ്റൽ റൈറ്റ്സ് എന്താ പറയുക സാറ്റലൈറ്റ് റൈറ്റ്സോ മര്യാദയ്ക്ക് പോകുന്നില്ല ഒരു സിനിമയിൽ. അപ്പോൾ ഇത്തരം ഒരു ആരോപണം കൂടെ ഉണ്ടെങ്കിൽ അതിന് 100% എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവർ ഈ അസോസിയേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ പോലും ഈ പടവും ഈ കംപ്ലൈൻറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെയും പേര് അനോണിമസ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവർ കംപ്ലൈൻറ്റ് കൊടുത്തത്. പക്ഷെ ഒരിക്കലും ഒരു മീഡിയ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടി, ഇത് നമ്മുടെ ഹീറോൻ്റെ പേരും ഈ പടത്തിൻ്റെ പേരും മീഡിയയ്ക്ക് കിട്ടിയത് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ കസ്റ്റോഡിയൻ പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടിയതെന്ന് പറയുന്നു. അപ്പോൾ വിൻസി പറയുന്നത് നമുക്ക് എങ്ങനെയാണിത് വിശ്വസിക്കാൻ പറ്റുന്നത് ഈ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഈ പടത്തിന്റെ ഗുഡ്വില്ലിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ വിഷയം ലൗഡാക്കാതെ സൂക്ഷിച്ചിട്ടുള്ളത്. അവർക്ക് അറിയാവുന്ന കുറച്ച് പേരോട് അവർ സംസാരിച്ചിട്ടുണ്ടാവും. ആ താൽക്കാലികമായിട്ട് അവർ രമ്യതയിൽ എത്തിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ ഒരു എന്താ പറയുക ഡയറക്ടറോടോ അല്ലെങ്കിൽ അതിൻ്റെ കോർ ടെക്നീഷ്യൻസിനോടോ ആ വർക്കിൻ്റെ ഇടയിൽ അവരത് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം തുറന്നു പറയാത്തത്.